മഴത്തോട് മുമ്പിൽ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ രോഹിത്തിനെ ആണെങ്കിൽ ബാലേന്ദ്രൻ ഇറക്കിക്കൊണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അലീനെ ആണെങ്കിൽ ഗ്രേസമ്മയൊക്കെ വിളിച്ചിട്ടാണെങ്കിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രേസമ്മയുടെ പരിചയത്തിൽ ഒരു കമ്മീഷണർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കമ്മീഷണറെ പോയി നമ്മൾ ബാലേന്ദ്രൻ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കമ്മീഷണറാണെങ്കിൽ അവിടെ വന്ന് അവിടുത്തെ പോലീസുകാരൊക്കെ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് പറയുന്നുണ്ട് തെറ്റ് ചെയ്യാത്ത ഒരാൾ എന്തിനു ശിക്ഷിക്കപ്പെടണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടാണെങ്കിൽ പിന്നെ നമ്മൾ ബാലേന്ദ്രൻ്റെ കൂടെ ആണെങ്കിൽ നമ്മൾ രോഹിത്തും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് പ്രമോ റിവ്യൂയിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ ബാലേന്ദ്രൻ്റെ കൂടെ നമ്മൾ രോഹിത്ത് വരുന്നത് കണ്ടിട്ടാണെങ്കിൽ നമ്മൾ അലീനയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഷോക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ ബബിത വിളിച്ചിട്ടാണെങ്കിൽ വൈജയന്തി അടുത്തൊക്കെ പറയുന്നുണ്ട് രോഹിത്തിനാണെങ്കിൽ ജാമ്യം കിട്ടി വന്നെന്നൊക്കെ. അപ്പോൾ നമ്മൾ വൈജയന്തിക്കാണെങ്കിൽ നല്ല സന്തോഷമൊക്കെ ആവുന്നുണ്ട്. ബാലേന്ദ്രനാണെങ്കിൽ അലീന അടുത്ത് പറയുന്നുണ്ട് എൻ്റെ മോനാണെങ്കിൽ ഒരു തെറ്റുകാരനല്ലെന്ന് പറഞ്ഞിട്ട് പോലും പിന്നെ എൻ്റെ മോനെ വേണ്ടി ഒന്നും ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ അച്ഛനാ മോളെ എന്നൊക്കെ അലീന അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ കാണിക്കുന്നത് നമ്മൾ അലീനാണെങ്കിൽ രോഹിത്തിന് കഴിക്കാൻ ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ രോഹിത്താണെങ്കിൽ അലീന അടുത്തുള്ള ദേഷ്യത്തിനാണെങ്കിൽ ഫുഡെല്ലാം തട്ടി തറയിലൊക്കെ എറിയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് പൊയ്ക്കോ എൻ്റെ കൺമുമ്പിൽ കണ്ടുപോരുത്, എൻ്റെ കൺമുമ്പിൽ നീ വന്നു പോരുന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലൊക്കെ നമ്മൾ അലീന അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ നമ്മൾ രോഹിത്താണെങ്കിൽ തല എവിടെ കൊണ്ടൊക്കെ വെച്ച് ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ തലേന്ന് നെറ്റിന്നൊക്കെ ചോര വരുന്നതൊക്കെ ആയിട്ട് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. രോഹിത്താണെങ്കിൽ പിന്നെ വൈജയന്തി കാണാൻ വേണ്ടി ഹോസ്പിറ്റലൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് വൈജയന്തി ചോദിക്കുന്നത് എന്ത് പറ്റണം, എൻ്റെ നെറ്റിയിൽ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കമലയിടത്താണെങ്കിൽ വിളിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ വൈജയന്തി. എന്നിട്ട് പറയുന്നുണ്ട് വൈജയന്തി നീ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് വരണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വൈജയന്തി വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ നമ്മൾ അലീനയും നമ്മളെ കൃഷ്ണമോളെയും കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട് എന്തായാലും അമ്മയാണെങ്കിൽ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണെങ്കിൽ വേറെ വാടക വീടെടുത്ത് പോവുകയാണെങ്കിൽ ഇവിടെ അച്ഛൻ്റെ കൂടെ നിൽക്കാതെ വേറെ വാടകയ്ക്ക് വീടെടുത്ത് പോവുകയാണെങ്കിൽ എന്തായാലും ഞാനും പിന്നെ കുറച്ച് ദിവസം കൂടെ ഇവിടെ കാണത്തുള്ളൂ എന്നുള്ളൊരു ഉറച്ച തീരുമാനമൊക്കെ നമ്മൾ അലീനയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രമോ റിവ്യൂ ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.